അഭിഷിക്തരെ അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും സമുദായം ഒന്നിച്ചു നിന്നാൽ എല്ലാ ഭീഷണികളെയും അതിജീവിക്കാമെന്നും മാർ കല്ലറങ്ങാട്ട്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക അൽമായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മദിന സമ്മേളനം പൈക സെന്റ് ജോസഫ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട്. കത്തോലിക്ക കോൺഗ്രസ് സഭയുടെ ശബ്ദമാണെന്നും സംഘടന സമുദായത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 108 വർഷം പൊതുസമൂഹത്തിന്റെ വളർച്ചയിൽ കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ വിലപ്പെട്ട സംഭാവനകളെ ആർക്കും തിരസ്കരിക്കാനാവില്ല എന്നും സഭയും സമുദായവും പ്രതിസന്ധികളെ നേരിട്ടപ്പോഴെല്ലാം കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ പ്രതിരോധം തീർത്തിട്ടുണ്ടെന്നും സംഘടനകളുടെ ആദ്യകാല നേതാക്കൾ മുതൽ പ്രതിസന്ധികളെ നേരിട്ടതും അദ്ദേഹം അനുസ്മരിച്ചു. ഒരു ലെഗസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഒരു നൂറ്റാണ്ടിലധികം പൈതൃകമുള്ള ആന്റിക്വിറ്റിയുള്ള അൽമായ മുന്നേറ്റ സംഘടന അത് നിധീരിക്കൽ മാണിച്ചന്റെ ജാത്യൈക്യ സംഘത്തോട് ബന്ധപ്പെട്ടും അതിന്റെ തുടർച്ചയിലും നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഒരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകാം, എതിർപ്പുകളുണ്ടാകാം. പക്ഷെ സംഘടനയായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ബലമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് മാത്രം അവശേഷിക്കും. സംഘടിക്കുക എന്നത് AKCCയുടെ രക്തത്തിലുള്ള കാര്യമാണ്. സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങൾ വിലപ്പോവുകയില്ല. ചരിത്രപരമായ ആവശ്യമാണ് കത്തോലിക്ക കോൺഗ്രസ്. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് ആയിരങ്ങൾ പങ്കെടുത്ത റാലിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നും വിഭജനവും തീവ്രവാദവുമല്ല സാഹോദര്യവും സഹവർത്തിത്വവുമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ മുഖമുദ്രയെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. സംഘടനയ്ക്കെതിരെ നിരന്തരമായ കളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ അവഗണിക്കുന്നതായും ജന്മദിന സന്ദേശം നൽകിയ രൂപതാ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ പറഞ്ഞു. രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിഥീരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോസ് വട്ടുകുളം, ഫാദർ ജോസ് നെല്ലിക്കാത്തരുവിൽ, ഫാദർ മാത്യു വാഴിക്കപ്പാറ, ജനറൽ കൺവീനർ രാജേഷ് പാറയിൽ, ജോയി കണിപറമ്പിൽ, അഡ്വക്കേറ്റ് ജോൺസൺ വീട്ടിയാങ്കൽ, പയസ് കവളമാക്കൽ, ജോൺസൺ ചെറുവള്ളി, സിന്ധു ജയ്ബു, സാബു പുണ്ടിക്കുളം, ടോമി കണ്ണീറ്റു മാലിയിൽ, ബെന്നി കിണറ്റുകര, ജോബിൻ പുതിയടത്തുചാലിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. i4u ന്യൂസ് പാല.